ഹലോ നമസ്കാരം. PSC ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഒരു PYQ അനാലിസിസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം. ഫിസിക്കൽ ജോഗ്രഫി, ഹ്യൂമൻ ജോഗ്രഫി, എൻവയോൺമെൻറ്റൽ ജോഗ്രഫി. ഇത് കൂടാതെ മാപ്പ് സ്റ്റഡീസ് അഥവാ ക്രാറ്റോഗ്രഫിയും വരുന്നുണ്ട്. ഈ 4 ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ള സിലബസ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് കേരള PSCയുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി സിലബസ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് കുറച്ചും കൂടെ അറേഞ്ച്ഡ് ആയിട്ട് നോക്കാം. ജോഗ്രഫിയിൽ നിന്ന് മൊത്തം 5 മാർക്കിനാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ജനറൽ ജോഗ്രഫി അല്ലെങ്കിൽ വേൾഡ് ജോഗ്രഫിയാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തത് ഇന്ത്യൻ ജോഗ്രഫി. 3 കേരള ജോഗ്രഫി. നമുക്ക് ജനറൽ ജോഗ്രഫിയുടെ സിലബസ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. നമുക്ക് 5 ചാപ്റ്റേഴ്സായിട്ട് ഇതിനെ തിരിക്കാം. ജിയോമോർഫോളജി, ക്ലൈമറ്റോളജി, ഓഷ്യനോഗ്രാഫി, മാപ്പ് സ്റ്റഡീസ്, ഗ്ലോബൽ ഇഷ്യൂസ്. ജിയോമോർഫോളജിയിൽ എർത്ത് സ്ട്രക്ചർ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരാറുള്ളത്. റോക്സ്, ലാൻഡ് ഫോംസ്, കോണ്ടിനെൻസ് തുടങ്ങുന്ന കാര്യങ്ങളിൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എർത്ത് സ്ട്രക്ചറിൽ ഭൂമിയുടെ ഘടനയാണ് നമ്മൾ നോക്കുന്നത്. ഇതുകൂടാതെ റോക്സിൽ പ്രധാനപ്പെട്ട 3 ശിലകളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും പഠിക്കണം. ലാൻഡ് ഫോംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ റിവേഴ്സിൻ്റെ രൂപീകരണം, പർവ്വതങ്ങളുടെ രൂപീകരണം, എർത്ത് ക്വേക്ക് തുടങ്ങുന്ന കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. കോണ്ടിനെൻസിൽ പ്ലേറ്റ് ടെക്ടോണിക്സ്, പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റ്, കോണ്ടിനെൻസിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തിയറീസ് എന്നിവ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. കേരള PSC ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഭാഗമാണ് ക്ലൈമറ്റോളജി. അതിൽ പ്രത്യേകിച്ച് പ്രഷർ ബെൽറ്റ്സ് ആൻഡ് വെയ്റ്റ്സ് ആണ് ഇതുവരെ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ അറ്റ്മോസ്ഫിയറും ടെമ്പറേച്ചർ ആൻഡ് സീസൺസ് എന്ന് പറയുന്ന 2 ഭാഗങ്ങളും കൂടെ ക്ലൈമറ്റോളജിയിൽ വരുന്നുണ്ട്. അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പഠനമാണ്. അതിൻ്റെ വിവിധ ലെയറുകളെക്കുറിച്ച് നമ്മൾ നോക്കുന്നു. ടെമ്പറേച്ചർ ആൻഡ് സീസൺസ് പ്രധാനമായിട്ട് 4 സീസൺസ്, എർത്തിൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങുന്ന കാര്യങ്ങൾ നോക്കുകയും ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും നമ്മൾ പഠിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രഷർ ബെൽറ്റ്സ് ആൻഡ് വിൻഡ്സ് കേരള PSCക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. വർഷം മുഴുവൻ വീശുന്ന കാറ്റുകൾ, അതുകൂടാതെ വിവിധ കാറ്റുകളുടെ പ്രത്യേകതകൾ, സൈക്ലോൺസ് തുടങ്ങുന്ന കാര്യങ്ങൾ നമ്മളിവിടെ കവർ ചെയ്യും. ഓഷ്യനോഗ്രാഫിയിൽ നമുക്കിതൊരു ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓഷ്യൻസിനെ കുറിച്ചും ഓഷ്യൻ കറൻസിനെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കേണ്ടത്. കേരള PSC ജോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ ഭാഗം മാപ്പ് സ്റ്റഡീസാണ്. ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസ്, റിമോട്ട് സെൻസിങ്, ജോഗ്രഫി ഇൻഫർമേഷൻ സിസ്റ്റം, വേൾഡ് നേഷൻസ് ആൻഡ് ദെയർ സ്പെസിഫിക് ഫീച്ചേഴ്സാണ് ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇതിൽ റിമോട്ട് സെൻസിങ്, ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്നിവയിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. വേൾഡ് നേഷൻസ് ആൻഡ് ദെയർ സ്പെസിഫിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നതിൽ കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസിൽ നമുക്ക് പ്രധാനമായിട്ടും മാപ്പുകൾ, അവയുടെ ടൈപ്സ്, അതിലെ പ്രത്യേകതകൾ തുടങ്ങുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇതിൽ നിന്ന് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഗ്ലോബൽ ഇഷ്യൂസാണ് മറ്റൊന്ന്. ഈ അടുത്ത കാലത്തായിട്ടുള്ള ജോഗ്രഫിയുടെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്നുള്ളത് കൊണ്ട് ഈ ഗ്ലോബൽ വാർമിങ്ങും അതുപോലെ തന്നെ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നതാണ് നല്ലത്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് പ്രധാനമായിട്ട് 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇന്ത്യൻ ഫിസിയോഗ്രഫി, ഡ്രെയിനേജസ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, ഇക്കണോമിക് ജോഗ്രഫി, സോഷ്യൽ ജോഗ്രഫി. ഇതിൽ ഇന്ത്യൻ ഫിസിയോഗ്രഫി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ട് 5 ടോപ്പിക്സാണ് പഠിക്കാനുള്ളത്. നോർത്തേൺ മൗണ്ടൻ റീജിയൻസ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിന്, പെനിൻസുലാർ പ്ലേറ്റു, കോസ്റ്റൽ പ്ലെയിൻ, സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ്. ഇതിൽ ആദ്യത്തെ 4 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫിസിക്കൽ ഫീച്ചേഴ്സാണ്. കോസ്റ്റൽ പ്ലെയിൻസ്, വെസ്റ്റേൺ ഗാട്ട്സ്, ഈസ്റ്റേൺ ഗാട്ട്സ്, ഹിമാലയം, നോർത്ത് ഈസ്റ്റ് റീജിയൻ, പ്ലേറ്റൂസ് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കവർ ചെയ്യും. നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് യമുന, ഗംഗ, ദ്വാബിനെ കുറിച്ചുള്ള പഠനമാണ്. ഡ്രെയിനേജിൽ റിവറുകളെക്കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. പ്രധാനമായിട്ടുള്ള 3 ഡ്രെയിനേജ് സിസ്റ്റംസ്, ഒന്ന് ഇൻഡസ് സിസ്റ്റം, 2 ഗംഗ, യമുന, ബ്രഹ്മപുത്ര സിസ്റ്റം, മൂന്നാമത്തത് പെനിൻസുലാർ റിവേഴ്സിനെ കുറിച്ചുള്ള പഠനം. ക്ലൈമറ്റ് ആണ് മറ്റൊന്ന്. ഇന്ത്യയുടെ മൺസൂണുകളെക്കുറിച്ച് പ്രത്യേകം എംഫസൈസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. നാച്ചുറൽ വെജിറ്റേഷനിൽ നമുക്ക് ഫോറസ്റ്റ് കവറേജും അതുപോലെ തന്നെ വൈൽഡ് ലൈഫുമാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഇതിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് വൈൽഡ് ലൈഫ് ഒന്ന് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇക്കണോമിക് ജോഗ്രഫിയിൽ അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ് തുടങ്ങുന്ന കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. നമ്മൾ പരമ്പരാഗതമായിട്ട് PSCക്ക് പണ്ടുതൊട്ടേ പഠിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസിനോടൊപ്പം കറണ്ട് അഫയേഴ്സും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും.
സോഷ്യൽ ജോഗ്രഫിയിൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവും സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ ഫീച്ചേഴ്സുമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓരോ സംസ്ഥാനങ്ങളുടെയും ജനറൽ നോളജും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത കാലത്തെ കറണ്ട് അഫയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ കഴിയും. നമുക്ക് സാധാരണയായിട്ട് ഇന്ത്യൻ ജോഗ്രഫിയിൽ മാക്സിമം 2 ചോദ്യങ്ങളെ വരാറുള്ളൂ. സാധാരണ ഒരു ചോദ്യമാണ് വരാറ്. അതുകൊണ്ട് തന്നെ ഇത്രയും വാസ്റ്റായിട്ടുള്ളൊരു സിലബസ് നമ്മൾ മുഴുവൻ പഠിച്ചിട്ട് പോകുന്നത് സമയനഷ്ടമാണ്. അതുകൊണ്ട് സെലക്റ്റീവായിട്ടുള്ള ഏതാനും ചില ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് നോക്കിയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ ഇന്ത്യൻ ഫിസിയോഗ്രഫി, ഡ്രെയിനേജസ്, ക്ലൈമറ്റ് ഈ 3 കാര്യങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിയും, സമയവും ലാഭിക്കാൻ കഴിയും. ഇനി കേരള ജോഗ്രഫിയിലേക്ക് വരാം. കേരള ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫിയെ പോലെ തന്നെ നമുക്ക് തരംതിരിക്കാൻ വേണ്ടി കഴിയും. കേരള ഫിസിയോഗ്രഫി, ഡ്രെയിനേജസ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, ഇക്കണോമിക് ജോഗ്രഫി, സോഷ്യൽ ജോഗ്രഫി, ഇത്രയാണ് 6 ചാപ്റ്റേഴ്സ്. കേരള ഫിസിയോഗ്രഫിയിൽ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇതിനെക്കുറിച്ചുള്ള പഠനം, ജനറലായിട്ടുള്ള ഇൻഫർമേഷൻസ്, ഇതുകൂടാതെ ജില്ലകളെക്കുറിച്ചുള്ള ജനറൽ നോളജസും കറണ്ട് അഫയേഴ്സും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഡ്രെയിനേജസിൽ മേജർ റിവേഴ്സും മൈനർ റിവേഴ്സും അതിൻ്റെ മറ്റ് പ്രത്യേകതകളുമാണ് നോക്കേണ്ടത്. ക്ലൈമറ്റിൽ കേരളത്തിൻ്റെ മൺസൂൺ ട്രോപ്പിക്കൽ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കണം. നാച്ചുറൽ വെജിറ്റേഷൻ്റെ ഭാഗത്ത് ഫോറസ്റ്റ് കവറേജും നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ്സ് തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് പഠിക്കേണ്ടത്. ഇക്കണോമിക് ജോഗ്രഫിയിൽ അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ഡിസ്ട്രിക്റ്റ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സോഷ്യൽ ജോഗ്രഫിയിൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവും ഡിസ്ട്രിക്റ്റ് ആൻഡ് ദെയർ ഫീച്ചേഴ്സുമാണ് നോക്കേണ്ടത്. ഇവിടെയും നമുക്ക് വലിയ ഒരു സിലബസ് ഉണ്ട്, പക്ഷേ ചോദ്യങ്ങൾ വളരെ കുറവാണ്. ഒരു ചോദ്യം മാത്രമേ സാധാരണ ചോദിക്കാറുള്ളൂ. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദ്യങ്ങളെ വന്നിട്ടില്ല. അടുത്ത കാലത്തായിട്ടുള്ള ട്രെൻഡ് അനുസരിച്ചിട്ട് കേരള ജോഗ്രഫിയിൽ നിന്ന് ഒരു ചോദ്യം വീതം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് സെലക്റ്റീവായിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം ഇവിടെയും പഠിച്ചാൽ മതിയാകും. കേരള ഫിസിയോഗ്രഫി, ഡ്രെയിനേജസ്, നാച്ചുറൽ വെജിറ്റേഷൻ. നാച്ചുറൽ വെജിറ്റേഷനിൽ വൈൽഡ് ലൈഫിനെ കുറിച്ച് പ്രത്യേകം പഠിക്കുക. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസിലേക്കൊന്ന് പോകാം. ജനറൽ ജോഗ്രഫിയിൽ നിന്ന് ഇതുവരെ 30 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 50 ക്വസ്റ്റ്യൻസിൽ 60%. ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് 13 ക്വസ്റ്റ്യൻസും കേരള ജോഗ്രഫിയിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസുമാണ് 10 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. മൊത്തം 50 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എന്തായാലും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് വരുന്നതായിട്ട് കാണാം. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കീപ്പ് ചെയ്യുന്നുണ്ട്. ജനറൽ ജോഗ്രഫിയിൽ 2022 127 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ചോദ്യ പേപ്പറിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രിലിമിനറി ഡിഗ്രി എക്സാമിൽ 2 ചോദ്യങ്ങളാണ് ജനറൽ ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. 2 ചോദ്യങ്ങൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരു ചോദ്യം കേരള ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഒഴികെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും 3 ചോദ്യങ്ങൾ കൃത്യമായിട്ട് ജനറൽ ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ട്രെൻഡും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് 2024 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസാണ് സാധാരണ ചോദിക്കാറ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ. അത് കൂടുതൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് വരാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. കേരള ജോഗ്രഫിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വരാറുള്ളൂ. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദ്യങ്ങളെ ചോദിച്ചിട്ടില്ല. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് അനുസരിച്ചിട്ട് കേരള ജോഗ്രഫിയിൽ നിന്ന് നിർബന്ധമായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 2023 മുതൽ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രിലിമിനറി എക്സാമിനേഷന് 3 ചോദ്യങ്ങൾ ജനറൽ ജോഗ്രഫിയിൽ നിന്നും, ഒരു ചോദ്യം ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നും, ഒരു ചോദ്യം കേരള ജോഗ്രഫിയിൽ നിന്നും വരും എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ 60% ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ജനറൽ ജോഗ്രഫിയിൽ നിന്നാണ് കാണാം. ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് 26%, കേരള ജോഗ്രഫിയിൽ നിന്ന് 14% മാത്രമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമയം കൂടുതൽ ചെലവഴിക്കേണ്ടത് ജനറൽ ജോഗ്രഫിയിലാണ്. ഇന്ത്യൻ ജോഗ്രഫിയുടെയും കേരള ജോഗ്രഫിയുടെയും സെലക്റ്റീവായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരഞ്ഞെടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇത്തരത്തിൽ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ ജോഗ്രഫിയെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാനും സമയം കൂടുതൽ ലാഭിക്കാനും വേണ്ടി സാധിക്കും. നമുക്ക് ഈ ഓരോ ജോഗ്രഫിക്കൽ ഭാഗങ്ങൾ, കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, ജനറൽ ജോഗ്രഫി, ഇവയുടെ ഇൻഡെപ്ത് അനാലിസിസും അപ്രോച്ചും സ്ട്രാറ്റജീസും നമുക്ക് കൂടുതലായിട്ട് ഇനി വരുന്ന വീഡിയോകൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.